പ്രത്യാശയുടെ പ്രവാചകരാകാൻ വിളിക്കപ്പെട്ടവരാണ് പാലിയേറ്റീവ് ശുശ്രൂഷകരെന്ന് ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മുരിക്കാശ്ശേരി അൽഫോൺസ പാലിയേറ്റീവ് സെന്ററിൽ നടന്ന ഇടുക്കി രൂപത ഗുഡ് സമരിറ്റൻ പെയിൻ ആൻഡ് പാലിയേറ്റീവ് വോളണ്ടിയേഴ്സ് മീറ്റായ ഗാർഡിയൻ ഏഞ്ചൽസ് മീറ്റിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തുകയായിരുന്നു മെത്രാൻ. നമ്മുടെ ജീവിത സാക്ഷ്യം വഴി ബലിയായി തീരാൻ വിളിക്കപ്പെട്ടവരാണ് ഓരോ ക്രൈസ്തവനും. നമ്മൾ ഓരോരുത്തരും മുറിഞ്ഞ് കുർബാനയായി മാറുമ്പോഴാണ് വിശുദ്ധ കുർബാന അർത്ഥപൂർണമാവുന്നത്. രോഗി ശുശ്രൂഷ ഈശോയുടെ ആഹ്വാനം അനുസരിച്ചുള്ള ഏറ്റവും മഹനീയമായ പ്രവൃത്തിയാണെന്നും ബിഷപ്പ് പറഞ്ഞു. ആ പേരന് അവിടെ ഉണ്ടോ, ആ പേരനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ പേരന് മരിച്ചു പോയിട്ടും 8 മാസമായി 10 മാസമായി എന്നൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തി ഈ ലോകത്ത് ജീവിച്ച് ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ സായാഹ്ന കാലത്ത് പ്രായം കൊണ്ട് മാത്രമല്ല ആരോഗ്യം കൊണ്ട് ആണ് നമ്മൾ അവിടെ എത്തുന്നത്. അത് നമുക്ക് നന്നായിട്ട് നിർവഹിക്കാം. ഇത് ക്രൈസ്തവ സാന്ത്വന ശുശ്രൂഷയുടെ മേഖലയിൽ ഇടുക്കി രൂപത നടത്തുന്ന മാതൃകാപരമായ ഒരു ശുശ്രൂഷ. രൂപത ഡയറക്ടർ റവറൻഡ് ഡോക്ടർ സെബാസ്റ്റ്യൻ കൊച്ചുപുരയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. രൂപതയിലെ 65 ഇടവകകളിൽ പാലിയേറ്റീവ് പ്രവർത്തനം സജീവമായി നടക്കുന്നുണ്ട്. തെരഞ്ഞെടുക്കപ്പെട്ട 200-ലധികം വോളണ്ടിയേഴ്സ് സമ്മേളനത്തിൽ പങ്കെടുത്തു. വിവിധ ഇടവകകളിൽ കുടുംബാംഗങ്ങൾക്ക് മാതൃകാപരമായ ശുശ്രൂഷ ചെയ്യുന്ന പ്രീതി ബാബു വേഴപ്പറമ്പിൽ, ഹിത റെജി പണൂർ, ബെന്നി ആലിസ് മഞ്ഞക്കാലയിൽ, ജ്യോതി സന്തോഷ് ഇടപ്പറമ്പിൽ, സരിത സന്തോഷ് ചമ്മരപ്പിള്ളിൽ, ലിൻഡ ജിയോ കണ്ണമ്പുഴ, ഡോളി ഡൊമിനിക് ഓലിയപ്പുറം, തോമസ് ജോസ് ഇലവുങ്കൽ എന്നിവരെ ബിഷപ്പ് ആദരിച്ചു. പാലിയേറ്റീവ് വോളണ്ടിയേഴ്സിന് ഫാദർ സെബാസ്റ്റ്യൻ മനക്കലേട്ട് ക്ലാസ് നയിച്ചു. ഗുഡ് സമരിറ്റൻ പാലിയേറ്റീവ് രൂപത സെക്രട്ടറി സിസ്റ്റർ റോസിൻ FCC വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജോൺസൺ ചെറുകുന്നേൽ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ ഫാദർ ആനന്ദ പള്ളിവാതുക്കൽ, ഡോക്ടർ സിസ്റ്റർ സുഗുണ FCC, ജോസ് പൂതക്കുഴി, റോബർട്ട് കണ്ണഞ്ചിറ, ടോമി വെളിഞ്ഞാലിൽ, സിസ്റ്റർ അൽബീന CSN, സാബു ചൂരത്തൊട്ടി, മുരിക്കാശ്ശേരി പള്ളി വികാരി ഫാദർ ജിജി വടക്കേൽ തുടങ്ങിയവർ സംസാരിച്ചു. ഇടുക്കി ലൈവ് ന്യൂസ്, മുരിക്കാശ്ശേരി. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത്